ഹലോ ഗായ്സ്, അദ്വിക്ടി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും തിരുവോണാശംസകൾ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ഓണാഘോഷ പരിപാടി മധുരയിൽ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ മധുരയിലെ കുറച്ച് മലയാളീസ് എല്ലാവരും ചേർന്ന് ചെറിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ചെറിയൊരു ഹോളിനകത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്, മധുരയിലെ കുറച്ച് മലയാളീസുകൾ ചേർത്തിട്ട്. അപ്പോൾ ഞങ്ങളവിടെ പൂക്കളൊക്കെ നല്ല രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രോഗ്രാംസ് പറഞ്ഞാൽ കുട്ടികളുടെ കലാപരിപാടികളും പിന്നെ ചെറിയ സദ്യയും ചെറിയ എൻ്റർടൈൻമെൻറ്റൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ പൂക്കളൊക്കെ ആദ്യം രാത്രി വേറൊരു പൂക്കളം വരച്ചു, പിന്നെ രാവിലേക്ക് വീണ്ടും അത് ചേഞ്ച് ചെയ്തു. അങ്ങനെ പൂക്കളൊക്കെ ചെറുതായിട്ട് വാടിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഗംഭീരമായിട്ട് നമ്മൾ ഇട്ടു. എല്ലാവരും അഭിപ്രായം ഗംഭീരമായി എന്നാണ്. അതുപോലെ സദ്യ കൗണ്ടറിലെല്ലാം ഞങ്ങളെല്ലാവരും ഓരോ വീട്ടിൽ നിന്നും ഓരോരോ ഐറ്റംസാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സദ്യവിഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഹോളിനകത്ത് എത്തി. അപ്പോൾ ഹോളിനകത്ത് ഓരോരുത്തരോരുത്തർ വന്നെടുത്ത് ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കലും പിന്നെ വിളക്ക് കത്തിക്കുന്നതാണ്. നമ്മുടെ KP സാറാണ് വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ പരിപാടിക്ക് ഉദ്ഘാടനം കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടിയും കൂടി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം നമ്മുടെ ചെറിയ കലാപരിപാടികളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളെ ദീപം തെളിയിച്ചു. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണെന്ന്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്ററും ഓർഗനൈസറുമായിട്ടുള്ള അനീസ് സാറാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ മിഠായി പെറുക്കൽ മത്സരമാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നടത്തുന്നത്. ചെറിയ കുട്ടികൾക്കും പിന്നെ കുറച്ചുകൂടി വലിയ കുട്ടികൾക്കും അങ്ങനെ രണ്ട് ഇതായിട്ടാണ് നമ്മൾ മത്സരം നടത്തുന്നത്. ഫസ്റ്റ് പരിപാടി ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, കുട്ടികളൊക്കെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ആദ്യ പ്രോഗ്രാമിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെറുക്കിയെടുത്ത മിഠായികൾ എന്താ പറയുക എണ്ണുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ മിഠായികൾ പെറുക്കി എന്ന് നോക്കുകയാണ്. വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ വാശിയേറിയ മത്സരത്തിൽ ആദ്യം കൂടിയിട്ടുണ്ടായിരുന്നു പെറുക്കാനൊക്കെ. അപ്പോൾ ആദ്യം ഒരുപാട് മിഠായികൾ എത്രയും പെട്ടെന്ന് തന്നെ പെറുക്കി കയ്യിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എണ്ണി നോക്കുകയാണ്. അപ്പോൾ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണി നോക്കാം. അതിഗംഭീരമായിട്ടുള്ളത് ചെറിയ കുട്ടികളുടെ ഒന്നും കൂടി ഭയങ്കര കോമഡി, ഭയങ്കര എൻ്റർടൈൻമെൻറ്റായി. കാരണം അവർക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ളേ ഭയങ്കര 13 മിഠായി പെറുക്കിയിട്ടുണ്ട്. ആദ്യം 13 മിഠായി പെറുക്കിയിട്ട് ആദ്യം സെക്കൻഡ് പൊസിഷൻ കരസ്ഥമാക്കി. ഇനി അടുത്തത് മ്യൂസിക്കൽ ചെയർ, ലേഡീസ് മ്യൂസിക്കൽ ചെയർ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അതാ അങ്ങനെ ഒരാൾ ഔട്ടായി. മ്യൂസിക്കൽ ചെയറിൽ വിന്നർ ബബിതയാണ്, അതായത് എൻ്റെ വൈഫ്. ഇത് വളരെ വാശിയേറിയിട്ടുള്ള മത്സരമായിരുന്നു. അപ്പോൾ
അപ്പോൾ നമുക്ക് ആ കളിയുടെ കുറച്ച് ഭാഗങ്ങൾ തന്നെ കാണാം. ഈ പ്രോഗ്രാമിൻ്റെ ഒരുവിധം എല്ലാ വീഡിയോസും നമ്മൾ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. തിരക്കിനിടയിൽ പോലും നമ്മൾ മൊബൈലിൽ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ, അപ്പോൾ നമ്മളതെല്ലാം നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഓണാഘോഷത്തിൻ്റെ ഇടയിൽ വീഡിയോ ഇടാനോ ലൈവ് ഇടാനോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ ആൾക്കാരായിട്ട് കൈമാറിയിട്ട് നമ്മൾ ഫോൺ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ അങ്ങനെ നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അടുത്ത മത്സരം അതിവാശിയേറിയ അതിഗംഭീരമായിട്ടുള്ള ബിസ്ക്കറ്റ് കട്ടി മത്സരമായിരുന്നു. അതിഗംഭീരം തന്നെയായിരുന്നു ഈ പരിപാടി വളരെ എൻ്റർടൈൻമെൻറ്റിന് ഇത്രയും ചിരിക്കാൻ പറ്റിയൊരു അവസരം വേറെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് കെട്ടിത്തൂക്കിയിട്ടുള്ള ബിസ്ക്കറ്റ് തമ്മിൽ നല്ല ദൂരം, ചില ആൾക്കാർ ഹൈറ്റുള്ളവർ, ചില ആൾക്കാർ ഹൈറ്റ് കുറവുള്ളവരും ഒക്കെ വളരെ ചാടി പിടിച്ച് കിട്ടുന്നില്ല. ആകെ ഭയങ്കര സെറ്റായിരുന്നു. ഈ പരിപാടിയും വളരെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ചിരിക്കാനും ഒരുപാട് എൻജോയ് ചെയ്യാനും പറ്റി. അതുപോലെ ജെൻസിൻ്റെ നമ്മുടെ മ്യൂസിക്കൽ ചെയർ മത്സരമായിരുന്നു. ഇതും വളരെ ഗംഭീരമായിരുന്നു. ഇതിനകത്തൊക്കെ നമ്മൾ ഫസ്റ്റ് റൗണ്ടേ ഔട്ടായിപ്പോയി. ഈ പരിപാടിയും ഗംഭീരമായിരുന്നു. മനോഹരമായിട്ട് തന്നെ ഈ മ്യൂസിക്കൽ ചെയർ അങ്ങനെ അവസാനിച്ചു. പിന്നെ ഈ പാട്ടിനൊപ്പം തന്നെ അവിടെ 2 പേര് നൃത്തം വയ്ക്കുന്നത് കാണുന്നുണ്ട്. മ്യൂസിക്കൽ ചെയറിന് പാട്ട് വയ്ക്കുമ്പോൾ അതിനൊപ്പം തന്നെ നൃത്തം വയ്ക്കുന്ന 2 കുട്ടികളെ നമുക്ക് കാണുന്നുണ്ട്. അവരുടെ ഡാൻസും അവരുടെ പ്രോത്സാഹനവും അതിഗംഭീരമായിരുന്നു. കാരണം നമുക്ക് ഓരോ പരിപാടിക്കും ഒരുപാട് എനർജറ്റിക് ആയിരുന്നു അവരുടെ സപ്പോർട്ടും അവരുടെ ഡാൻസും. നന്നായി എന്താ പറയുക, അവർ പാട്ട് പാടുന്നതും അവൾ ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അനീഷേട്ടൻ ഔട്ടായി. അങ്ങനെ അടുത്ത അതിഗംഭീരമായിട്ട് ഒരു മത്സരം ഇനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ സ്പൂൺ മത്സരമായിരുന്നു. അപ്പോൾ നാരങ്ങ സ്പൂൺ മത്സരം ഈ സ്പൂണിൽ വെച്ചിട്ട് നാരങ്ങ വെച്ചിട്ട് ഓടുന്നൊരു മത്സരമായിരുന്നു. അതിനകത്ത് ജസ്ലിയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. പിന്നെ പ്രോഗ്രാമിന് ശേഷം ചെറുതായിട്ട് പാട്ടിൽ നൃത്തം വയ്ക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ അതിൻ്റെ ഫൈനൽ റൗണ്ട്, നാരങ്ങ സ്പൂൺ മത്സരത്തിൽ ഫൈനൽ റൗണ്ട് ഇനിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗംഭീരമായിട്ട് അവർ 2 പേര് വിജയിച്ചിട്ടുണ്ട്. ഫൈനൽ റൗണ്ട് മത്സരം അതിഗംഭീരമായ ഫൈനൽ റൗണ്ട് മത്സരമാണ് നാരങ്ങ സ്പൂൺ മത്സരം. ഇതിനകത്ത് ഫസ്റ്റ് ജസ്ലി, അതിനുശേഷം ഞങ്ങൾ എല്ലാവരും തയ്യാറാക്കി ഓരോരോ വീട്ടിൽ നിന്ന് വിഭവസമൃദ്ധമായ ഓരോരോ ഐറ്റംസ് ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുന്നു. എല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുകയാണ്. നമ്മൾ ഗംഭീര സദ്യ തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്തു. വിചാരിച്ച പോലെ തന്നെ അതിഗംഭീരമായിട്ട് ഉണ്ടാക്കാനും അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കഴിക്കാനും നമുക്ക് സാധിച്ചു. അതന്നെ ഏറ്റവും വലിയൊരു കൂടിച്ചേരലും ഒരു ഓണാഘോഷത്തിൻ്റെ എല്ലാവരും കൂടിച്ചേർന്ന് നിലത്തിരുന്ന് ഇലയിൽ ഫുഡ് സദ്യ വിളമ്പി കഴിക്കുന്ന അത് ഈ നമ്മൾ നോർത്തിൽ മധുരയിലാണ്. ഇപ്പോൾ നോർത്തിൽ നമ്മൾ കേരളത്തിലല്ല മധുരയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറൊരു ലെവൽ തന്നെയാണ്. അതിനുശേഷം അതിഗംഭീരമായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടുകൊടൽ മത്സരമാണ്. അപ്പോൾ സുന്ദരിക്ക് പൊട്ടുകൊടൽ മത്സരം ഇതുപോലെ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ ഗംഭീരമായിട്ട് നീണ്ടുനിന്ന വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു. കുറേ ആൾക്കാർ ഇതിനകത്ത് കുറേ ബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ പിന്നെ ബോർഡ് അളന്നിട്ടും ആ ബോർഡ് തിരിച്ചു വെച്ചിട്ടും അതുപോലെ തന്നെ ബോർഡിന് വേറൊരു ബോർഡിനും മാവേലിക്ക് സമർത്ഥമായിട്ട് തന്നെ ഒരാൾ പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പ്രൈസ് കൊടുത്തു. ബാക്കി ഇപ്പോൾ സുന്ദരിക്ക് പൊട്ട് കൊടുക്കുന്നു, ബാക്കിയൊന്നും എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെയാണ് വെച്ചിരുന്നത്. പക്ഷെ മാവേലിക്ക് കറക്റ്റായിട്ട് വേറൊരു ബോർഡിൽ എന്താ പറയുക കൊണ്ടുപോയി പൊട്ട് വെച്ചിട്ട് അതിന് കറക്റ്റായിട്ട് മാവേലിയുടെ പൊട്ട് വെച്ച് അതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും അവർ കറക്റ്റായി ചെയ്തുള്ളൂ. ഏത് ബോർഡാണെങ്കിലും. പക്ഷേ ഇവർ ദിശ മാറ്റി വെച്ച് ആളെന്ന് പറ്റിച്ച് നോക്കിയതാണ്. പക്ഷേ ആൾ കറക്റ്റായിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പൊട്ട് തൊട്ടു. അപ്പോൾ അത് ഗംഭീരമായിരുന്നു. അതൊരു ഭയങ്കര വെറൈറ്റി സീനായി മാറി. അതിനുശേഷം പെൺകുട്ടികളുടെ ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരമായിരുന്നു. ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരം അതും വാശിയേറിയിട്ട് നടന്നു. അങ്ങനെ കുറേ പേര് വാല് വരച്ചു, കുറേ പേര്
അതിൻ്റെയൊക്കെ അടുത്തെത്തി. കുറേ പേര് അവിടെ ഇവിടെയൊക്കെ പോയി. അതും ഗംഭീരമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. നമ്മൾ ഈ ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരം നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്ന് ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടുകൊടൽ, സുന്ദരന് പൊട്ടുകൊടൽ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാടൊക്കെ എപ്പോഴും ഞങ്ങളൊക്കെ ഓണാഘോഷ പരിപാടിയിൽ ഉപയോഗിക്കുന്ന ഇനങ്ങൾ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നോർത്തിൽ ഇവർ കുറച്ച് പേര് ഈ ട്രിവാൻഡ്രം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം അങ്ങനെ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇല്ലേ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഈ ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരമാണ് തോന്നുന്നു കുറച്ചും കൂടി ത്രില്ലായിട്ട് അവർ നടത്തുന്നത്. ഞങ്ങൾക്ക് സുന്ദരനും സുന്ദരിക്കുമാണ്. ഇവിടെ സുന്ദരിക്ക് പൊട്ടുകൂടും ആണുങ്ങളും, പിന്നെ ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരം സ്ത്രീകളുമാണ്. അങ്ങനെയൊന്നും ഇവിടെ തോന്നുന്നു. കാരണം ഇങ്ങനത്തെ ഒരു എണ്ണം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ആനയ്ക്ക് ഒരു വാല് വരയ്ക്കൽ പാലക്കാട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ 30 കൊല്ലമായിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, ഞങ്ങളങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ല. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആനയ്ക്ക് വാല് വരയ്ക്കൽ മത്സരം, അപ്പോൾ അതെന്തായാലും ഗംഭീരമായി. അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഇനമായതുകൊണ്ട് വളരെ എൻ്റർടൈൻമെൻ്റ് ആയി, വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ സൂപ്പറായിട്ടുള്ളൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം കുഞ്ഞോട്ടുള്ള കസേരകളി മത്സരം ആദ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യക്ക് ചെറിയ വൈകാരിക്കണം, എന്നാലും ആദ്യം ഗംഭീരമായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നത് വളരെ മുന്നിൽ തന്നെയായിരുന്നു. അവന് ഒരു മത്സരത്തിൽ കൂടി അതിനകത്താണ് പ്രൈസ് കിട്ടിയത്. സെക്കൻഡ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് വാശിയേറിയ മത്സരം തന്നെയാണ്. അവന് ചെയർ കിട്ടിയിട്ടുണ്ട്. എന്താ രണ്ടാമത് ഓടിക്കൊണ്ടിരിക്കുകയാണ് മത്സരം. ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആദ്യം എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് നമ്മളെന്താണെന്ന് ഈ വീഡിയോത്തിനകത്ത് നമ്മൾ മ്യൂസിക് ഇതൊന്നും അങ്ങനെ കോപ്പിറൈറ്റ് ആവും, അതുകൊണ്ട് ഇട്ടില്ല. എന്നാലും ഇതിനകത്ത് കുറച്ച് ഓണപ്പാട്ടുകൾ നമ്മൾ വേറെ വീഡിയോ പറ്റുന്ന മ്യൂസിക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മളിങ്ങനെ വോയിസ് ഇടുന്നു, വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ പാട്ടൊക്കെ വെക്കാറുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് അറിയണം. ഫസ്റ്റ് മ്യൂസിക് ചാനലായിട്ടൊക്കെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. സ്ട്രൈക്കിന് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അങ്ങനെ അതിവാശിയേറിയ മത്സരം നല്ല കസേരകൾ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് വാശിയേറിയ മത്സരം അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ട് കസേര മാത്രമേ ഉള്ളൂ, 3 പേര് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ ആദ്യം വിടാതെ പിടിക്കുന്നുണ്ട്, ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരേ ഉള്ളൂ, ഒരാൾ ഔട്ടായിരിക്കണമെങ്കിൽ ആദ്യം ചേച്ചി മാത്രമേ ഉള്ളൂ. 2 പേരും തമ്മിലുള്ള മത്സരമാണ്. 2 പേര് തമ്മിലുള്ള ഗംഭീര മത്സരത്തെ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ മത്സരം. അങ്ങനെ ആദ്യം സെക്കൻഡായി ആ കുട്ടി ജയിച്ചു. അപ്പോൾ ആദ്യമൊക്കെ തന്നെ 2 പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പങ്കെടുത്ത 2 ഐറ്റത്തിൽ തന്നെ. അടുത്ത തന്നെ സ്ത്രീകളുടെ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കുന്ന മത്സരം. ബലൂൺ ചവിട്ടിപ്പൊട്ടിൽ ഇതും തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഈ ബലൂൺ സ്ത്രീകൾ തമ്മിൽ കാല് കെട്ടിയിട്ട് ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇതും ഞങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. ബബിത വാശി കയറിയിട്ട് എന്താ ചവിട്ടിപ്പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആൾ ഇപ്പോൾ സ്വന്തം കാല് കെട്ടിയിട്ട് വേറെ ആളെ ചവിട്ടുക, നമ്മുടെ കാലിൽ നമ്മൾ വേറെ ആളെ ചവിട്ടണം, വേറെ കാലിൽ. എന്നിട്ട് അത് ചവിട്ടി പൊടിച്ച് ആരാണോ ലാസ്റ്റ് പൊട്ടാത്ത അവരാണ് അതിലും വിജയി. അവരായിരിക്കും ഈ പ്രോഗ്രാമത്തിൽ വിജയി. അപ്പോൾ അതും ഗംഭീരമായിട്ട്, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന മത്സരം നമുക്ക് ഭയങ്കര 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 എന്താ പറയുക എക്സൈറ്റഡ് ആയി തോന്നി. ഞങ്ങൾ ഈ ഒരു പരിപാടി അങ്ങനെ ആദ്യമായിട്ട് കാണാൻ ഭയങ്കര റിസ്ക്കാണ്. ഈ സാരിയൊക്കെ ചുറ്റിക്കറ്റിട്ട് കാലിൽ ഇതൊക്കെ എന്താ പറയുക ബലൂണൊക്കെ കെട്ടി ചവിട്ടി നമ്മളത് പേടിച്ചു. എന്ന് വെച്ചാൽ ചവിട്ടിയിട്ട് അങ്ങനെ പൊട്ടിയ വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങനെ ട്വിസ്റ്റായി കഴിഞ്ഞാൽ വല്ലതും വരുമെന്നൊക്കെ പേടിച്ചു. പക്ഷേ ഇത് അങ്ങനെ വലിയ സംഭവം റിസ്ക് ഒന്നും അല്ല എന്ന് പിന്നെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇത് നമുക്ക് വശമില്ലാത്തത് കൊണ്ടാണ്, പാലക്കാട് ഈ സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് പേടിയൊക്കെ തോന്നിയത്. പക്ഷേ ഇത് ഭയങ്കര തന്നെ. ഇപ്പോൾ അവസാന റൗണ്ടിൽ കിടന്നത് 3 പേര് മാത്രമേ ഉള്ളൂ മത്സരത്തിൽ. 3 പേര് മാത്രമുള്ള മത്സരത്തിൽ അത് ഗംഭീരമായ മത്സരമാണ്. അങ്ങനെ ഈ മത്സരത്തിലും വാശിയേറിയ 3 പേര് 2 പേരുള്ള മത്സരത്തിലും വിജയി നമ്മുടെ ജയശ്രീ ആയിരുന്നു. അവസാനം
ജസ്റ്റിലും ഇതിനും വിജയ് ഇത് കുറേ ഇതൊക്കെ നമ്മൾ കുറേ എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ അത് ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ വന്നിട്ട് ഈ നോർത്തിൽ നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങി ഒരു 10 വർഷത്തിലധികമായി 10-15 വർഷത്തോളമായി. എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു മലയാളികളെല്ലാം സംഘടിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിപുലമായ രീതിയിലൊരു ഓണാഘോഷം നടത്തുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ ഇത്രയും ഫാമിലീസ് എല്ലാം ചേർന്ന് ചെറിയൊരു പരിപാടി നമ്മൾ നടത്തി ഗംഭീരമായി വിജയിപ്പിച്ചെടുത്ത്. അതന്നെ ഏറ്റവും വലിയൊരു സെറ്റപ്പായിരുന്നു. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊന്നും. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒത്തുപിടിച്ച മലയും പോലും പറഞ്ഞ പോലെ ഒത്തുപിടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ പ്രോഗ്രാംസൊക്കെ ചടപടയെന്ന് കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ സദ്യ ഉണ്ടാക്കാനും ഇതിനു വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനും പൂവിടാനും എല്ലാം തന്നെ അത് മനോഹരമായിട്ട് വളരെ സെറ്റായിട്ടുള്ള കാര്യം നടന്നു. അപ്പോൾ നമുക്കത് മനസ്സിലായ ഒരു കാര്യം, ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യിക്കാൻ പറ്റും, എന്തും നടപ്പിലാക്കാനും പറ്റും, അത് സക്സസ് ആക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ അത് സക്സസ് ആകുമ്പോൾ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇതിനകത്ത് എൻജോയ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തിയും ഒരു വൈബും ഒരു സെറ്റപ്പൊക്കെ അത് വലിയൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കണ്ടു നിന്നവർക്ക് തന്നെ ഒരുപാട് എക്സൈറ്റ് ആയി. കാരണം ഒരുപാട് ഹിന്ദിക്കാർ ഇത് വാച്ച് ചെയ്യാനും കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ സൗത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം നോർത്തിൽ നടത്തുമ്പോൾ ഇത് കാണാൻ തന്നെ ബാക്കിയുള്ള ഒരുപാട് പേർക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർക്കും അതിശയം. അതുപോലെ ഈ സദ്യക ഈ നോർത്തിലൊന്നും ഇത്രയും വെജ് കൊണ്ടൊരു 10-15 ഐറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരം പിടിച്ച പരിപാടി. 10-15 ഐറ്റം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കുമ്പോൾ അവർ ആകെ അന്തം വിട്ട്. ഈ 10-15 ഐറ്റം വെജ് കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുണ്ടാക്കേണ്ട പനീറും റൊട്ടി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ പാലക്കോ വീലൊക്കെ അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉള്ളൂ, ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവർ ഈ 10-15 ഐറ്റം കണ്ടപ്പോൾ തന്നെ അവർ ഞെട്ടിപ്പോയി. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓരോ പരിപാടി കാണുമ്പോഴും അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആയി, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയി. ഇതിപ്പോൾ ഇനി ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ മറ്റു മലയാളികൾക്കും നമ്മുടെ മറ്റു നോർത്ത് ഇന്ത്യൻസും എല്ലാവർക്കും നമുക്ക് കാണിക്കാൻ ചെറിയൊരു വീഡിയോ നമ്മൾ മെമ്മറീസ് ആയി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മറ്റുള്ളവർക്കും കാണാം, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഈ മൊമെൻറ്റ്സിൽ അത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഈ മത്സരത്തിൽ നമ്മുടെ ജസ്ലിൻ ജയിച്ചിരിക്കുകയാണ്. നോക്കാം അതിനുശേഷം പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനുശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ നമ്മുടെ പ്രൈസ് കൊടുക്കാൻ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ ഈ മത്സരത്തിൽ നമ്മുടെ ഫസ്റ്റ് മിഠായി വർക്കിംഗ് മത്സരമാണ്. അതിനകത്ത് വിജയിയാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മുടെ മിഠായി വർക്കിംഗ് മത്സരത്തിൽ നമ്മൾ വിജയിച്ച കുട്ടിക്കാണ് നമ്മുടെ പ്രൈസ് കൊടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടപ്പ് ചെയ്ത മിഠായി വർക്ക് മുതൽ ലാസ്റ്റ് നമ്മുടെ ബലൂൺ കൊടുത്ത് മത്സരം വരെയുള്ള എല്ലാ മത്സരങ്ങളുടെയും സമ്മാനങ്ങൾ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയികൾക്ക്. ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ കുട്ടികളൊക്കെ ഒരു സന്തോഷം, അവർ പങ്കെടുത്ത് വിജയിച്ച് അവർക്കൊരു ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ആ ഒരു സംതൃപ്തി, ആ ഒരു സന്തോഷം, അതാണ് നമ്മുടെ കുട്ടികളുടെ ആ ചിരിയും ആ സംതൃപ്തിയാണ് നമ്മുടെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ ഒരു സംതൃപ്തി. അന്ന് അത്രയും നാൾ നമ്മൾ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടാലും ആ നേരം നമുക്കിതൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, നമുക്കൊരു എനർജി കൂടുകയാണ്. ഒരിക്കലും കുറയുന്ന രീതിയിൽ നമുക്ക് എനർജി കൂടിയ രീതിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കസേരകളിൽ വിന്നറായിട്ടുള്ള ബബിതയ്ക്ക് പ്രൈസ് കൊടുക്കുകയാണ്. അങ്ങനെ ബബി കസേരകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബബിക്കും ആദിക്കും ഒക്കെ പ്രൈസ് കിട്ടി. ഞാൻ മാത്രം പങ്കെടുത്ത ഒരു പരിപാടിക്കും പ്രൈസ് കിട്ടിയില്ല. ഞാൻ കസേര കളിക്ക് കൂടി ഒന്നുമില്ല. പിന്നെ ബിസ്ക്കറ്റ് കളിക്കാൻ കൂടി നമ്മൾ ഹൈറ്റില്ല, അത്ര എന്നാൽ വലിയ ഹൈറ്റല്ലേ, നമ്മളത്ര ഹൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും കിട്ടിയില്ല. പിന്നെ എന്തിനും കൂടിയേ പിന്നെ സുന്ദരിക്ക് പൊട്ടുവിടാൻ കൂടി അത് ലേശം മാറി. പക്ഷെ നെറ്റിൻ്റെ അടുത്ത് പുരികത്തിൻ്റെ അവിടെ കൊണ്ടുവച്ച് നെറ്റിയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റിയില്ല പൊട്ട്. അപ്പോൾ അങ്ങനെ ആദ്യം പ്രൈസ് കിട്ടിയില്ല. പിന്നെ ഇതിനെ കൂടിയേ ഇത്ര തന്നെ ഉള്ളൂ. ഇത്ര നമ്മൾ ഈ 2-3 ഐറ്റത്തിന് കൂടി. അപ്പോൾ നമുക്ക് പ്രൈസ് ഇല്ല. ആദിക്ക് പ്രൈസ് ഉണ്ട്, ബബിക്ക് പ്രൈസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗംഭീരമായ ഒരു ഓണാഘോഷം. നമുക്ക് നമ്മുടെ തലേ ദിവസം നാട്ടിൽ ഓണാഘോഷം നടന്നിട്ട്
അപ്പോൾ എന്താ പറയുക, അവർ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോഴും നാട്ടിലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ആകെ നമുക്കൊരു മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ആ മിസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഓണാഘോഷം നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഫീലൊക്കെ, നമുക്ക് ആ മിസ്സിങ്ങും നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക ഫുള്ള് കവറായ പോലെ. അത്രയും എന്താ പറയുക എനർജറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിനെ സംതൃപ്തിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ഹാനി സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത മറ്റ് സാറുമാരും എല്ലാവർക്കും എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി കൂട്ടായ്മയുടെ എല്ലാ എനർജറ്റിക്കായിട്ട് കോപ്പറേറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് എല്ലാ മലയാളികൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും താങ്ക്സ് ഉണ്ട്. ഞങ്ങൾക്കത് വളരെ എൻ്റർടൈൻമെൻറ്റ്, കാരണം ഇതിൽ കുറച്ച് ഐറ്റംസ് ഒന്നും ഞങ്ങൾ പാലക്കാട് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് ചെയ്യാത്തതിൻ്റെ വെറൈറ്റീസൊക്കെ ഓണ പ്രോഗ്രാംസിൽ നമ്മൾ കണ്ടിരുന്നു. ഓണ പ്രോഗ്രാംസിലപ്പോൾ അത് കണ്ടപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സദ്യക്കൊക്കെ നമ്മൾ നെയ്യും പരിപ്പും നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറുതായിട്ട് കിട്ടും. ഇവിടെയൊക്കെ നെയ്യ് പരിപ്പും ചേർന്നിട്ട് അതൊരു പ്രത്യേക വിഭവം തന്നെയാണ്. അതങ്ങനെ എന്താ പറയുക, ശരിക്ക് അതാണ് മെയിൻ ഇവിടെ എനിക്ക് തോന്നി. അപ്പം സദ്യയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ അത് കുറച്ച് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും നമ്മൾ അങ്ങനെ ഐറ്റംസൊക്കെ എല്ലാം ഇഷ്ടമായി, എല്ലാം സെറ്റായിരുന്നു. അതുപോലെ ഗിഫ്റ്റുകൾ ഡിഫറെൻറ്റ് ഗിഫ്റ്റുകൾ നല്ല ഓരോരോ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിഫറെൻറ്റ് ഗിഫ്റ്റുകൾ എല്ലാം സമ്മാനിച്ചു. അതും വലിയൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പ്രോഗ്രാം ഉണ്ടാകും. അപ്പോൾ ഓരോ നേരെ നമ്മൾ ഗിഫ്റ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര പ്രോഗ്രാം സംഘടിപ്പിച്ചോ അതേപോലെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളും അതുപോലെ കുട്ടികൾക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. ഈ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും വിജയിക്കാത്തവരും എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. അതും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വെറൈറ്റി ആയിരുന്നു. കാരണം വന്നവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും സമ്മാനം എന്നുള്ളത്. അപ്പോൾ അതന്നെ ഏറ്റവും വലിയൊരു സെറ്റപ്പായി. അങ്ങനെ നമുക്ക് ഇങ്ങനൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ഈ ഒരു ഓണാഘോഷം നമ്മുടെ മനസ്സിൽ എന്താ പറയുക എന്നും നിറഞ്ഞു നിൽക്കും. ഈ മെമ്മറീസ് എന്നും ഉണ്ടാവും. അങ്ങനെ മധുരയിലെ UP-യിലെ ഒരു ഓണാഘോഷം ഗംഭീരമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും വീണ്ടും ഒരുപാട് നമുക്ക് സുന്ദരിക്ക് എന്താ പറയുക പൊട്ട് തുടങ്ങി വരം മാവേലിക്ക് പൊട്ട് കൊട്ട ആൾക്കാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും. അതിനുശേഷം എന്താ ഗംഭീരമായിട്ടുള്ള പാട്ട് വെച്ചിട്ട് വൈബായിട്ട് ഡാൻസ് ചെയ്യുക. അവസാന കൊട്ടിക്കലാശത്തിലാണ് നമ്മൾ പൂക്കളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ആകെ ഡാൻസായി നമ്മൾ തകർക്കണം. അത്രയും ഗംഭീരമായിട്ടുള്ള ഡാൻസും ചെയ്തൊക്കെ എല്ലാവരും അവസാനത്തെ എനർജറ്റിക്കായിട്ട് സമാപന സമയം നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നാത്ത രീതിയിലുള്ള എന്താ പറയുക അടിച്ചു പൊളിക്കാൻ. കാരണം ആ അവസാനത്തെ അടിച്ചുപൊളിയാണ് നമ്മുടെ ആകെ മനസ്സിൽ നിൽക്കണം. കാരണം ഇങ്ങനെ ഒരു കൂടിച്ചേരലോ ഇനി എത്ര പേര് ഇങ്ങനെ കൂടിച്ചേരാൻ പറ്റും, എത്ര പേര് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ പറ്റും നമുക്കറിയില്ല. എല്ലാവരും ഓരോരോ ജില്ലക്കാരും ഓരോരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്. എല്ലാവരെയും കണ്ടതിലും അടിച്ചു പൊളിച്ചതിലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം